ഹായ് കൂട്ടുകാരെ, അരിത്തമെറ്റിക് സീക്വൻസിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. പേജ് നമ്പർ 21 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഓക്കെ, മറ്റ് രണ്ട് ക്വസ്റ്റ്യൻസ് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും പോയി കാണുക. അതിൻ്റെ അതേപോലത്തെ സെയിം ക്വസ്റ്റ്യൻ ആണ് എന്തെന്ന് പറയുന്നത് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. The fourth term of an arithmetic sequence is 61 and the seventh term is 31. First question, what is its 10th term? What is its first term? ഒരു സമാന്തര ശ്രേണിയിലെ നാലാം പദം 61ഉം ഏഴാം പദം 31ഉമാണ്. ശ്രേണിയിലെ 10ാം പദം ഏതാണ്? ശ്രേണിയിലെ ആദ്യത്തെ പദം എന്താണ്? ഓക്കെ, ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. നേരത്തെ ചെയ്ത അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണ്. സോ പ്രീവിയസ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യുക? ആദ്യൊരു ക്വസ്റ്റ്യൻ കിട്ടിയോണ്ട് തന്നെ എന്ത് ചെയ്യുക? മാത്തമാറ്റിക്കൽ ഫോമിലോട്ട് മാറ്റുവാണ്. സോ നാലാം പദം എന്ന് പറയുന്നത് x4 ആണ്. x4 ഈസ് ഈക്വൽ ടു എത്ര തന്നിട്ടുണ്ട്? 61 തന്നിട്ടുണ്ട്. x7 എന്ന് പറയുന്നത് എത്ര തന്നിട്ടുണ്ട്? 31 തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ x4ൽ നിന്ന് എത്ര ഡി കൂട്ടുമ്പോൾ x7 കിട്ടുക? 3d അല്ലേ? സോ ഞാൻ എഴുതുവാണ് x4 പ്ലസ് 3d ഈസ് ഈക്വൽ ടു x7. സോ x4 എത്ര തന്നിട്ടുണ്ട്? 61 തന്നിട്ടുണ്ട്. ഡി നമുക്ക് ഇവിടെ ഉണ്ടോ? ഇല്ല. പക്ഷെ ഡി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. 3d അപ്പോൾ അതുപോലെ തന്നെ എഴുതി. x7 എന്ന് പറയുന്നത് എത്രയാണ്? 31. ഓക്കെ, ഇതിൽ നിന്ന് ഡി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ 61 അപ്പുറത്തോട്ട് കൊണ്ടുപോയി ബാക്കിയപ്പോൾ എന്ത് കിട്ടും? 3d ഈസ് ഈക്വൽ ടു 31 മൈനസ് 61 കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, സോ 3d ഈസ് ഈക്വൽ ടു 31 മൈനസ് 61. ഇവിടെ നോക്കി, രണ്ടും വ്യത്യസ്തല്ലേ? ഒന്ന് പ്ലസും ഒന്ന് മൈനസും. സോ എന്ത് ചെയ്യണം? കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടണം. അപ്പോൾ ഇതിൽ നിന്ന് ഏത് കുറയ്ക്കും? 61ൽ നിന്ന് 31 കുറയ്ക്കുക. 61ൽ നിന്ന് 31 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 30 എന്ന് കിട്ടും. ആരുടെ ചിഹ്നം? 61ൻ്റെ ചിഹ്നം. 61ൻ്റെ ചിഹ്നം എന്താ? മൈനസ് ആണ്. സോ മൈനസ് 30 എന്ന് കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 30. ഈ ഇൻറ്റു 3 ഉണ്ടായിരുന്ന അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായിട്ട് മാറും? ഡിവൈഡ് ബൈ 3 ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡി ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? -10 കിട്ടും. എന്തുകൊണ്ടാണ് മൈനസ് വന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡിവിഷൻ്റെ അഡിഷൻ്റെ ഒക്കെ റൂൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതെന്തായാലും പോയിട്ട് കാണാം കേട്ടോ. ഓക്കെ, സോ ഒരു മൈനസും ഒരു പ്ലസും ആണ്. ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ആയതുകൊണ്ട് ഇവിടെ എന്ത് കിട്ടി? -10 ആണ്. ഒന്ന് നോക്കി നോക്കി, നാലാമത്തെ ടേം 61ഉം ഏഴാമത്തെ ടേം 31ഉം. അങ്ങനെ ആകുമ്പോൾ ഡി എന്തായിരിക്കും? കുറഞ്ഞ് നമ്പർ കുറഞ്ഞു പോവല്ലേ? സോ എന്ത് ചെയ്യണം? മൈനസ് ആണ് കോമൺ ഡിഫറൻസ് വരിക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ 10ാമത്തെ ടേം നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ലേ? 10ാമത്തെ ടേം കണ്ടുപിടിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നോക്കിയേ, നാലാമത്തെ ടേമിൻ്റെ കൂടെ എത്ര കൂട്ടിയാലാണ് 10ാമത്തെ ടേം കിട്ടുക? ഓക്കെ, അല്ലെങ്കിൽ ഏഴാമത്തെ ടേം അങ്ങനെ വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് നാലാമത്തെ എടുത്തു എന്ന് മാത്രം. ഓക്കെ, സോ നാലാമത്തെ ടേമിൻ്റെ കൂടെ 6d കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 10ാമത്തെ ടേം കിട്ടും. സോ ഞാൻ എഴുതുകയാണ് x4 പ്ലസ് 6d ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x10 എന്ന് കിട്ടും. സോ x4 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് തന്നിട്ടുണ്ട്? 61 പ്ലസ് 6d എന്ന് പറയുമ്പോൾ 6 ഇൻറ്റു d എന്ന് പറയുന്നത് ഇവിടെ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, എന്തെടുക്കണം? -10 എടുക്കണം. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x10 എന്ന് കിട്ടും. ഓക്കെ, സോ 61 പ്ലസ് 6 ഇൻറ്റു -10 എന്ത് കിട്ടും? 16 ആൻസർ കിട്ടും. പക്ഷേ ആൻസർ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x10 കിട്ടും. സോ 61 ഇവിടെ പ്ലസ് മൈനസ് അടുത്തടുത്ത് 4 മാത്രമേ എടുക്കാൻ പാടുള്ളൂ, മൈനസ് എടുക്കാൻ പാടുള്ളൂ. സോ 61 മൈനസ് 60 ഈസ് ഈക്വൽ ടു x10. സോ x10 എന്ന് പറയുന്നത് എത്രയായിട്ട് കിട്ടും? 1 എന്ന ആൻസർ കിട്ടും. ഓക്കെ, 61 മൈനസ് 60 എന്ന് പറയുന്നത് 1 ആണ്. സോ x10 10ാമത്തെ ടേം എന്താണ്? 1 ആണ് എന്നുള്ള കാര്യം കിട്ടിക്കാണുമല്ലോ. ഓക്കെ, അതിൻ്റെ തന്നെ സബ് ക്വസ്റ്റ്യനിലോട്ട്, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഈസ് എ ഫസ്റ്റ് ടേം? ഇതിൻ്റെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കണം. നോക്കിക്കേ, നാലാമത്തെ ടേമിൽ നിന്ന് 3d കുറച്ചാൽ പോരെ? അല്ലെങ്കിൽ എങ്ങനെ എഴുതാം? ഒന്നാമത്തെ ടേമിൻ്റെ കൂടെ 3d കൂട്ടിക്കഴിഞ്ഞാൽ നാലാമത്തെ ടേം കിട്ടും. രണ്ട് രീതിക്കും ചെയ്യാം കേട്ടോ. ഓക്കെ, ഞാനിപ്പോൾ സിമ്പിളായിട്ട് കാണിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നാലാമത്തെ ടേമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്തു? 3d മൈനസ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടി? ഒന്നാമത്തെ ടേം കിട്ടി. തിരിച്ച് എഴുതണമെങ്കിൽ അങ്ങനെയാണ് കുറച്ചുകൂടെ എളുപ്പം വെച്ചെങ്കിൽ അങ്ങനെ എഴുതിക്കോളാം. ഇത് ഞാൻ ഈ മെത്തേഡ് കാണിച്ചിരുന്നു എന്ന് മാത്രം. ഓക്കെ, സോ നോക്കിയാൽ 4 മൈനസ് 3 1 തന്നെ അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതിയത് ശരിയാണ്. നാലാമത്തെ ടേം നമുക്ക് എത്ര തന്നിട്ട്? 61 മൈനസ് 3d എന്ന് പറഞ്ഞാൽ 3 ഇൻറ്റു
-10. അപ്പോൾ -10 എടുക്കാൻ മറന്നു പോകരുത്, ആൻസർ തെറ്റും കേട്ടോ. സോ അതുകൊണ്ട് ശ്രദ്ധിക്കാം. ഓക്കെ, ഈസ് ഈക്വൽ ടു x1. ഓക്കെ, സോ 61 -3 ഇൻറ്റു -10 കണ്ടോ, രണ്ട് മൈനസ് വരുമ്പോൾ അത് എന്തായിട്ട് മാറും? ആൻസർ പ്ലസ് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ. രണ്ട് മൈനസ് സംഖ്യകൾ ഇൻറ്റു ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. രണ്ട് പോസിറ്റീവ് സംഖ്യകളാണെങ്കിലും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. രണ്ട് നെഗറ്റീവ് സംഖ്യകളാണെങ്കിൽ എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഏതെങ്കിലും ഒരെണ്ണം നെഗറ്റീവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൻസർ എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ആ റൂളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ആ റൂളൊന്ന് കേട്ട് നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ 3 ഇൻറ്റു 10 എത്ര കിട്ടും? 30 കിട്ടും. അപ്പോൾ +30 ആൻസർ, ഈസ് ഈക്വൽ ടു x1 എന്ന് കിട്ടും. സോ ഒന്നാമത്തെ ടൈം എത്ര കിട്ടി? 61 + 30 ഈസ് ഈക്വൽ ടു 91 എന്ന് ആൻസർ കിട്ടും. സോ x1 ഒന്നാമത്തെ ടേം എന്താണ്? 91 കണ്ടോ. 91, 81, അങ്ങനെ 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 10 കുറഞ്ഞ് കുറഞ്ഞാണ് എന്ത് ചെയ്യുന്നത്? ഈ ടേം പോകുന്നത് എന്നുള്ളത്. സോ താഴേക്ക് പോകും നമ്പർ, പൊസിഷൻ മുകളിലോട്ട് പോവുക, നമ്പർ താഴേക്കാണ് വരുന്നതെങ്കിൽ കോമൺ ഡിഫറൻസ് മൈനസ് ആവും എന്നുള്ള കാര്യം നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. The fifth term of an arithmetic sequence is 10 and the 10th term is 5. What is its 15th term? What is its 25th term? ഒരു സമാന്തര ശ്രേണിയിലെ അഞ്ചാം പദം 10ഉം 10ആം പദം 5ഉമാണ്. ശ്രേണിയിലെ 15ആം പദം എന്താണ്? ശ്രേണിയിലെ 25ആം പദം എന്താണ്? ഓക്കെ, ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തിട്ടുണ്ട് മുമ്പ്, ഇല്ലേ? ഇപ്പോൾ nth ടേം ഈസ് എമ്മും mth ടേം ഈസ് എന്നും ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എപ്പോഴും എന്താവും എന്ന് പറഞ്ഞാൽ -1 ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് നമ്മുടെ ടേമിലോട്ട് മാറ്റുക. ഓക്കെ, സോ അഞ്ചാമത്തെ ടേം തന്നിട്ട്, സോ x5 ഈസ് ഈക്വൽ ടു എത്രയും തന്നിട്ടുണ്ട്? 10 എന്ന് തന്നിട്ടുണ്ട്. പിന്നെ 10ാമത്തെ ടേം തന്നേക്കുന്നത് x10 ഈസ് ഈക്വൽ ടു 5 എന്ന് പറഞ്ഞിട്ട്. തിരിഞ്ഞു പോകരുത്, ശ്രദ്ധിച്ച് വേണം എഴുതാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, സോ അഞ്ചാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടിയാലോ 10ാമത്തെ ടേം കിട്ടാം? 5d അല്ലേ? സോ ഞാൻ എഴുതുകയാണ് x5 + 5d ഈസ് ഈക്വൽ ടു x10 ആണ്. ഓക്കെ, x5 എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? 10 ശ്രദ്ധിച്ചെടുക്കണം, തെറ്റരുത്. സോ 5d എനിക്കറിയില്ല, ഞാൻ അതുപോലെ തന്നെ എഴുതി. x10 എന്നുള്ളത് എന്താണ്? 5 ആണ്, ഞാൻ എഴുതി. ഓക്കെ ആണല്ലോ. സോ 5d കണ്ടുപിടിക്കാൻ വേണ്ടി 10നെ ഞാൻ അപ്പുറത്തോട്ട് കൊണ്ടുപോകും. സോ 5d ഈസ് ഈക്വൽ ടു 5 - 10 +10 ഉള്ളത് അപ്പുറത്തോട്ട് പോകുമ്പോൾ -10 ആയിട്ട് മാറും. സോ ഇവിടെ നോക്കിയാൽ വ്യത്യസ്തമാകുമ്പോൾ കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം എണ്ണം. സോ താഴേക്ക് എഴുതുകയാണ് 5d ഈസ് ഈക്വൽ ടു +5 - 10. സോ ആൻസർ എത്ര കിട്ടും? 5 എന്ന് കിട്ടും. അതിൻ്റെ സൈൻ എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. അതായത് കുറച്ചിട്ട് വലുതിൻ്റെ ചിഹ്നം ഇടുമ്പോൾ വലുത് 10 ആണ്, 10ൻ്റെ ചിഹ്നം -ആണ്. ഓക്കെ, സോ 5d ഈസ് ഈക്വൽ ടു -5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ d കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി? ഈ 5നെ അപ്പുറത്തോട്ട് കൊണ്ടുപോകുക. സോ d ഈസ് ഈക്വൽ ടു -5 ഡിവൈഡഡ് ബൈ എന്ത് കിട്ടും? 5 എന്ന് കിട്ടും. ഒരെണ്ണം പ്ലസും മറ്റത് മൈനസും ഡിവിഷനാണ് ചെയ്യുന്നത് വെച്ചെങ്കിൽ ആൻസർ എപ്പോഴും എന്തായിരിക്കും? മൈനസ് ആയിരിക്കും. 5/5 1 ആണ്. സോ d ഈസ് ഈക്വൽ ടു -1. ഓക്കെ ആണല്ലോ. സോ മുന്നത്തെ ക്ലാസ് കണ്ടവർക്ക് മനസ്സിലാവും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അഞ്ചാമത്തെ ടേം 10ഉം 10ാമത്തെ ടേം 5ഉം ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? -1 ആയിരിക്കും. ഇനിയിപ്പോൾ ഏഴാമത്തെ ടേം 4ഉം 4ാമത്തെ ടേം 7ഉം ആണെച്ചെങ്കിൽ കോമൺ ഡിഫറൻസ് എപ്പോഴും -1 ആയിരിക്കും. അതറിയുന്നവർക്ക് ഇങ്ങനെ ചെയ്യണം നിർബന്ധമില്ല, പക്ഷെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഓക്കെ, സോ നമ്മളോട് എന്താ കണ്ടുപിടിക്കാൻ പറ്റും? 15ാമത്തെ ടേം കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? 10ാമത്തെ 5ാമത്തെ ഒക്കെ തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ 5ാമത്തെ ടേമിൻ്റെ കൂടെ 10d കൂട്ടാം, അല്ലെങ്കിൽ 10ാമത്തെ ടേമിൻ്റെ കൂടെ 5d കൂട്ടാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ 10ാമത്തെ ടേം വെച്ചിട്ട് കാണിച്ചു തരാം. 10ാമത്തെ ടേമിൻ്റെ കൂടെ 5d കൂട്ടുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 15ാമത്തെ ടേം കിട്ടും. സോ 10ാമത്തെ ടേം കൂടെ എത്രയാണ് തന്നിട്ടുണ്ട്? 5 ആണ്. 10 അല്ല കേട്ടോ, ശ്രദ്ധിച്ചെടുക്കണേ, 5 ആണ്. 5d എന്ന് പറയുമ്പോൾ 5 × -1 ഇസ് ഈക്വൽ ടു x15. ഓക്കെ, സോ 5 + 5 × -1 -5. ഓക്കെ ആണല്ലോ. 1 + 1 മൈനസ് ആകുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ ആൻസർ എപ്പോഴും മൈനസ് ആയിരിക്കും. ഈസ് ഈക്വൽ ടു x15. സോ 5 +/- വരുമ്പോൾ എന്ത് ചെയ്യണം? മൈനസ് മാത്രം എടുക്കാൻ പാടുള്ളൂ. സോ 5 - 5 ഈസ് ഈക്വൽ ടു x15. 5 - 5 എത്രയാണ്? 0. സോ x15 എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, മനസ്സിലായി കാണുമല്ലോ. ഓക്കെ, ഇനി അതിലെന്തുണ്ട്? രണ്ടാമത്തെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചേക്കുന്നത് 25ാമത്തെ പദം കണ്ടുപിടിക്കണം. ഓക്കെ, സോ രണ്ടാമത്തെ 25th ടേമാണ്. സോ 10ാമത്തെ ടേമിൻ്റെ കൂടെ എത്ര ഡി കൂട്ടണം? 15d കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 25ാമത്തെ ടേം കിട്ടും അല്ലേ? സോ ഞാൻ എഴുതാണ് x10 + 15d ഈസ് ഈക്വൽ ടു x25. ഓക്കെ, x10 എത്ര എന്നുണ്ട്? 5 നമുക്കറിയാം. പ്ലസ് 15d 15 ഇൻറ്റു d എന്ന് പറയുന്നത് -1 ആണ്. ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, x25 കിട്ടും. ഓക്കെ, സോ 5
പ്ലസ് 15 ഇൻറ്റു 1 15 എന്ന് കിട്ടും. പക്ഷെ അവിടെ മൈനസ് ഉള്ളതുകൊണ്ട് -15 എന്ന് ആൻസർ കിട്ടും. ഈസ് ഈക്വൽ ടു 25. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ പ്ലസ് മൈനസ് അടുത്തടുത്ത് വന്നാൽ മൈനസ് മാത്രം എടുക്കാൻ പറ്റും. സോ 5 - 15 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? x25 എന്ന് കിട്ടും. ഓക്കെ, ഒരെണ്ണം വലുതും വ്യത്യസ്തമാണ്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? കുറച്ചിട്ട് വരുന്നുണ്ട് ചിഹ്നം. സോ 15 നിന്ന് 5 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 10 എന്ന് ആൻസർ കിട്ടും. അവിടെ സൈൻ ആരെടുക്കണം? 15 എടുക്കണം. 15 സൈൻ ഏതാ? മൈനസ് ആണ്. സോ x25 ഈസ് ഈക്വൽ ടു -10. ഓക്കെ ആണല്ലോ. സോ കോമൺ ഡിഫറൻസ് മൈനസ് വരുമ്പോൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം? കാൽക്കുലേഷൻസ് ശ്രദ്ധിക്കണം. അവിടെ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോഴും പ്ലസ് ചെയ്യുമ്പോഴും എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് നന്നായിട്ട് നോക്കിക്കോളാം കേട്ടോ. ഓക്കെ, മൈനസ് കോമൺ ഡിഫറൻസ് വെച്ചിട്ടുള്ള ഒരു സാധനം പരീക്ഷയ്ക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. കുട്ടികൾ കൂടുതൽ തെറ്റിക്കാറുണ്ട്. സോ അതുകൊണ്ട് എന്ത് ചെയ്യാം? നോക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കും. ഓക്കെ, താങ്ക് യു.